റാംപൂർ എന്ന ഗ്രാമത്തിൽ ശാരദ തന്റെ 2 പെൺമക്കളായ ശ്രീലേഖയുടെയും ചന്ദ്രലേഖയുടെയും കൂടെ ജീവിച്ചു വരികയായിരുന്നു. ശാരദയുടെ ഭർത്താവിന്റെ മരണശേഷം 2 മക്കളെ പഠിപ്പിക്കുന്നതിനും അവരുടെ കാര്യങ്ങൾ നോക്കുന്നതിനും കഠിനാധ്വാനം ചെയ്താണ് ശാരദ പണം സമ്പാദിച്ചിരുന്നത്. തന്റെ മക്കളെ വളർത്തി വലുതാക്കാൻ ശാരദയുടെ ജീവിതം വളരെ കഷ്ടപ്പാട് നിറഞ്ഞതായിരുന്നു. ശാരദയ്ക്ക് പണ്ടത്തെ പോലെ എല്ലാ ജോലികളും ചെയ്യുവാനുള്ള ആരോഗ്യം ഇല്ലാതെയായി. തങ്ങളുടെ അമ്മ ഇങ്ങനെ കഷ്ടപ്പെടുന്നത് കണ്ടപ്പോൾ അമ്മയ്ക്കിനി കുറച്ച് വിശ്രമം കൊടുക്കണം എന്ന് മൂത്ത മകൾ ശ്രീലേഖ ചിന്തിക്കുന്നു. അമ്മേ, അമ്മയോട് ഒരു കാര്യം പറയണമായിരുന്നു. എന്താ മോളെ, പറയൂ. എനിക്ക് ജോലിക്ക് പോകാൻ സമയമായി. വേഗം പറ, കൃത്യസമയത്ത് അവിടെ എത്തേണ്ടതാണ്. ചേച്ചിക്ക് പറയാനുള്ളത് വേഗം പറയൂ. അമ്മയ്ക്ക് ജോലിക്ക് പോകേണ്ടതല്ലേ. അമ്മ ഇന്നു മുതൽ ജോലിക്ക് പോകണ്ട. അമ്മയുടെ ആരോഗ്യം വളരെ മോശമായിക്കൊണ്ടിരിക്കുന്നു. വീട്ടിലിരുന്നുകൊണ്ട് അമ്മ കുറച്ച് വിശ്രമിക്ക്. ജോലിക്ക് പോയില്ലെങ്കിൽ പിന്നെ വീട്ടിലെ കാര്യങ്ങളൊക്കെ എങ്ങനെ നടക്കും മോളെ? ജീവിതം ഇങ്ങനെയാണ് മോളെ. നിങ്ങൾ 2 പേരുടെയും കല്യാണം നന്നായി നടത്തുന്നതുവരെ എനിക്കൊരു വിശ്രമവും ഇല്ല. അമ്മ വീട്ടിലിരിക്കൂ. ഞാൻ ഇനി മുതൽ ചെറിയ ജോലികൾക്ക് പോയി തുടങ്ങാം. നമുക്ക് കിട്ടുന്ന കാശുകൊണ്ട് നമ്മുടെ വീട്ടിലെ ചിലവുകളും മരുന്നിനുള്ള പണവും എല്ലാം നടന്നുപോകും. ചേച്ചി, എനിക്ക് ജോലിക്ക് പോകാൻ പറ്റില്ല. ഞാൻ വീട്ടിലിരുന്ന് അമ്മയെ നോക്കാം, വീട്ടിലെ കാര്യങ്ങൾ ചെയ്യാം. ചേച്ചി തന്നെ ജോലിക്ക് പോയിക്കൊള്ളൂ. എന്താണ് പറയുന്നത് നീ? പ്രായപൂർത്തിയായ ഒരു പെൺകുട്ടിയാണ് ഇങ്ങനെ ജോലിക്ക് പോകുന്നത്? അത് ശരിയല്ല. നിനക്ക് കല്യാണപ്രായമായി. പുറത്ത് ജോലിക്ക് പോയാൽ നല്ല കല്യാണാലോചനകൾ കൂടി നിനക്ക് വരില്ല. അതൊക്കെ ശരി തന്നെ അമ്മേ. പക്ഷേ നമ്മുടെ സ്ഥിതി അങ്ങനെയല്ലല്ലോ. നോക്കൂ അമ്മേ, അമ്മയുടെ ആരോഗ്യം വളരെ മോശമായിരിക്കുന്നു. വിശ്രമിക്കേണ്ട സമയമാണിത്. ഒരു മകനാണെങ്കിൽ അമ്മ ഇതുപോലെ പറയുമായിരുന്നു. മാതാപിതാക്കളെ സംരക്ഷിക്കുന്നതിൽ മകനും മകൾക്കും ഒരേപോലെ ബാധ്യതയില്ലേ? പെൺകുട്ടികൾ ജോലിക്ക് പോയി തുടങ്ങിയാൽ ആളുകൾ ഓരോന്ന് പറഞ്ഞുണ്ടാക്കും. നാട്ടുകാരുടെ സ്വഭാവം നിനക്കറിയില്ലേ? വയ്യാത്ത സമയത്ത് എത്രത്തോളം കഷ്ടപ്പെടാൻ സാധിക്കും? അമ്മ പറ. അമ്മയുടെ ആരോഗ്യം മോശമാണ് എന്ന് നാട്ടിലെ എല്ലാവർക്കും അറിയാവുന്നതല്ലേ? ഈ പറയുന്ന നാട്ടുകാരാണോ അമ്മ നമുക്ക് ചെലവിന് തരുന്നത്? ആരുടെയെങ്കിലും എന്തെങ്കിലും സഹായം നമുക്കുണ്ടോ? നീ ഇപ്പോൾ ജോലിക്കൊന്നും പോണ്ട. എനിക്കാവുന്നിടത്തോളം കാലം ഞാൻ തന്നെ പോകും. എന്നാണോ പോകാൻ വയ്യാത്തൊരവസ്ഥ വരുന്നത്, അന്നു മുതൽ നീ പോയി തുടങ്ങിക്കോ. ഇപ്പോൾ നിങ്ങൾ ഉള്ളിലേക്ക് പോ. എനിക്ക് ജോലിക്ക് പോകേണ്ട സമയമായി. അങ്ങനെ പറഞ്ഞുകൊണ്ട് ശാരദ ജോലിസ്ഥലത്തേക്ക് പോകുന്നു. പണിസ്ഥലത്ത് ഇഷ്ടികകൾ ചുമന്നുകൊണ്ട് പോകുകയായിരുന്നു ശാരദ. നല്ല കടുത്ത വെയിലുണ്ടായിരുന്നു. അതിലുപരി ശാരദയുടെ ആരോഗ്യവും മോശമാണ്. എല്ലാം കൂടി ആയപ്പോൾ ശാരദ തലചുറ്റി നിലത്തു വീഴുന്നു. ആ വീഴ്ചയിൽ ശാരദയുടെ തലയ്ക്ക് നല്ലൊരു മുറിവ് പറ്റി. അവിടെ നിന്നും എങ്ങനെയോ എഴുന്നേറ്റ് ശാരദ വീട്ടിലേക്ക് നടന്നെത്തി. വീണ്ടും വീട്ടിന്റെ മുന്നിലെത്തിയപ്പോഴേക്കും ശാരദ തളർന്നു വീഴുന്നു. എന്തോ ശബ്ദം കേട്ട പോലെ തോന്നി. ചന്ദ്രലേഖ വീടിന് മുന്നിൽ തലചുറ്റി വീണ് കിടക്കുന്ന ശാരദയെ കാണുന്നു. ചേച്ചി എന്ന് വിളിച്ചുറക്കെ കരയുവാൻ തുടങ്ങി. ശബ്ദം കേട്ട് ശ്രീലേഖ പുറത്തു വന്ന് നോക്കുന്നു. അപ്പോൾ തന്റെ അമ്മ നിലത്ത് വീണ് കിടക്കുന്നതാണ് കാണുന്നത്. ശ്രീലേഖ അവിടെ നിന്ന് ശാരദയെ പൊക്കിയെടുത്ത് അകത്ത് കൊണ്ടുപോയി കിടത്തുന്നു. ഇപ്പോൾ ചന്ദ്രലേഖ കരഞ്ഞുകൊണ്ട് തന്റെ അമ്മയുടെ തലയിലെ മുറിവ് ഒരു തുണി വെച്ച് കെട്ടുന്നു. ഇതുകൊണ്ടാണ് അമ്മേ ഞാൻ രാവിലെ പറഞ്ഞത് ഇനി ജോലിക്ക് പോകണ്ട, വീട്ടിലിരുന്ന് വിശ്രമിക്കുമെന്ന്. അപ്പോൾ എന്റെ വാക്കുകൾ കേട്ടില്ല. ഇപ്പോൾ നോക്ക് എന്താ ഉണ്ടായെന്ന്. അതൊരു ചെറിയ മുറിവാണ് മോളെ. 2 ദിവസത്തിനുള്ളിൽ ശരിയാകും. നിങ്ങൾ പരിഭ്രമിക്കേണ്ട. ചെറിയ മുറിവാണ് പോലും. അമ്മ ഒന്നും പറയണ്ട. ചെറിയ മുറിവാണെങ്കിൽ ഇത്രയൊക്കെ രക്തമൊക്കെ പോകുമോ? അമ്മ ഒന്നും പറയണ്ട. ഇത്രയൊക്കെ ആയിട്ടും അമ്മ എന്തിനാണ് ഇപ്പോൾ വെറുതെ സംസാരിക്കുന്നത്? ഞാൻ വീട്ടിലിരുന്നു കൊണ്ട് വീട്ടിലെ എല്ലാ കാര്യങ്ങളും അമ്മയുടെ കാര്യങ്ങളും നോക്കാം. ചേച്ചി ജോലിക്ക് പോകും. അങ്ങനെയല്ല മോളെ. പെൺകുട്ടികൾ ജോലിക്ക് പോകുവാൻ പാടില്ല. പോയാൽ ഇവരെല്ലാം എന്തൊക്കെ പറയുമെന്ന് അറിയില്ലേ? ആരാണമ്മ ഈ നാട്ടുകാർ? നിങ്ങൾക്ക് വയ്യാതായപ്പോൾ ഈ നാട്ടുകാർ ആരെങ്കിലും ഉണ്ടായോ? നാട്ടുകാർ എന്ത് വിചാരിക്കുമെന്ന് എന്തിനാണ് എപ്പോഴെപ്പോഴും പറയുന്നത്? അമ്മയുടെ ആരോഗ്യം വളരെ മോശമാണ്. ഈ സമയത്ത് എന്തിനാണ് നാട്ടുകാരെന്ത് പറയുമെന്ന് ചിന്തിച്ച് കൂടുതൽ ടെൻഷനാകുന്നത്? വെറുതെ ഞങ്ങളെയും കൂടി ഓരോന്നും പറഞ്ഞ് പേടിപ്പിക്കുകയാ. നാട്ടുകാർ പറയുന്നതിനെക്കുറിച്ച് നിങ്ങളൊന്നും ചിന്തിക്കേണ്ട ഇപ്പോൾ. ശാരദ 2 മക്കളെയും ഇതിൽ നിന്ന് തടുക്കാൻ കുറെ ശ്രമിച്ചെങ്കിലും അവർ അത് കേൾക്കാൻ തയ്യാറായിരുന്നില്ല. അതുകൊണ്ട് ശാരദ മിണ്ടാതെ കിടന്നു. ഇപ്പോൾ ചന്ദ്രലേഖ അടുക്കളയിലേക്ക് പോയി അമ്മയ്ക്ക് കുടിക്കുവാനായി ചൂടുള്ള പാൽ കൊണ്ടുവന്നു. ഈ പാല് കുടിക്കമ്മേ, എന്നിട്ട് വിശ്രമിക്ക്. ഇന്നു മുതൽ അമ്മ ഇവിടുന്ന് കാലെങ്ങാനും നിലത്ത് കുത്തിയാല് അപ്പം ഞാൻ ശരിയാക്കി തരാം. പിറ്റേ ദിവസം മുതൽ ശ്രീലേഖ ജോലിക്ക് പോയി തുടങ്ങുവാൻ തീരുമാനിക്കുന്നു. കുറച്ച് ദിവസങ്ങൾ കടന്നുപോയി. ശ്രീലേഖ ജോലിക്ക് പോയി തുടങ്ങി. ചന്ദ്രലേഖയാകട്ടെ വീട്ടിലെ കാര്യങ്ങളും അമ്മയുടെ കാര്യങ്ങളും എല്ലാം നോക്കി നടത്തുന്നു. ചന്ദ്രലേഖ എല്ലാ ദിവസവും ഒറ്റയ്ക്ക് തന്നെ ചേച്ചിക്കുള്ള ഭക്ഷണം ജോലിസ്ഥലത്ത് കൊണ്ടുപോയി കൊടുക്കും. അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി. എല്ലാ ദിവസത്തെയും പോലെ ചന്ദ്രലേഖ ചേച്ചിക്ക് ഭക്ഷണം കൊണ്ടുപോവുകയായിരുന്നു. ശ്രീലേഖ തന്റെ അനിയത്തി കൊണ്ടുവന്ന ഭക്ഷണം കഴിക്കാൻ തുടങ്ങുകയായിരുന്നു. അപ്പോൾ ആ സമയം അവിടേക്കൊരു സന്യാസി കടന്നുവന്നു. മക്കളെ, ഞാൻ ഭക്ഷണം കഴിച്ചിട്ട് 2-3 ദിവസമായി. എനിക്കെന്തെങ്കിലും കഴിക്കാൻ തരുമോ? നിങ്ങൾക്ക് പുണ്യം കിട്ടും.
നിങ്ങളിപ്പോൾ എവിടെ നിന്നാണ് വന്നത്? ഭക്ഷണം ചോദിച്ചു വരാൻ ഞങ്ങളെ മാത്രമാണോ നിങ്ങൾ കണ്ടത്? ഈ നാട്ടിൽ വേറെ എത്ര പേരുണ്ട്? അവരോട് പോയി ചോദിക്കി. താങ്കൾ വന്നാലും സ്വാമി ഭക്ഷണം കഴിച്ചാലും എല്ലാ ഭക്ഷണവും ഇദ്ദേഹത്തിന് കൊടുത്താ ചേച്ചി എന്താണ് കഴിക്കുക? രാവിലെ മുതൽ പണിയെടുക്കുന്നതല്ലേ, വല്ല അസുഖവും വരും. ചേച്ചി കഴിക്കി. 3 ദിവസം ഭക്ഷണം കഴിക്കാത്ത ആൾക്ക് 4ാമത്തെ ദിവസവും അത് ശീലമായിക്കൊള്ളും. എന്റെ അനിയത്തി വിവരമില്ലാതെ ഓരോന്ന് പറയുന്നതാണ്. താങ്കളൊന്നും വിചാരിക്കരുത്. നിങ്ങൾ കഴിച്ചാലും സ്വാമി. നാട്ടുകാർ എന്ത് വിചാരിക്കുമെന്ന് കരുതി ആരോഗ്യമില്ലെങ്കിലും അമ്മ തലപൊക്കി വീട്ടിൽ കിടക്കുന്നു. നീയാണെങ്കിലോ കൊണ്ടുവന്ന ഭക്ഷണം നീ പോലും കഴിക്കാതെ ത്യാഗവും ദയയും തോന്നി മറ്റുള്ളവർക്ക് കൊടുക്കുന്നു. വൈകുന്നേരം വരെ ജോലി ചെയ്യേണ്ടതില്ലേ ചേച്ചി? നിനക്ക് വയ്യാതെ ആവും. അമ്മയെപ്പോലെ കിടക്കാനാണോ നിന്റെയും പാവം? നീ ബുദ്ധിമുട്ടണ്ട അനിയത്തി. നമ്മൾ ആരെയും സഹായിച്ചില്ല എന്ന് കരുതി നമ്മളും ആരെയും സഹായിക്കാൻ പാടില്ല എന്നുണ്ടോ? അപ്പോൾ പിന്നെ നമ്മളും അവനും തമ്മിൽ എന്താണ് വ്യത്യാസം? ശ്രീലേഖ സ്വാമിക്ക് മുഴുവൻ ഭക്ഷണവും നൽകി. ഭക്ഷണം കഴിച്ച് അവിടെ നിന്ന് പോകുവാനൊരുങ്ങുമ്പോൾ സ്വാമിജി ഇങ്ങനെ പറഞ്ഞു. നീ സ്വർണം പോലെ നല്ലവളാണ്. നിനക്ക് സ്വർണം പോലെ ഒരു ജീവിതം ഉണ്ടാവട്ടെ. ഇത്ര കഷ്ടപ്പെട്ട് ഭക്ഷണം ഉണ്ടാക്കി കൊണ്ടുവന്നത് ഞാനാണ്. പക്ഷെ നിങ്ങൾ പറയുന്നത് എന്റെ ചേച്ചിയുടെ ജീവിതം സ്വർണം പോലെ ആകട്ടെ എന്ന്. അപ്പോൾ എന്റെ ജീവിതം എങ്ങനെയാകും? വെള്ളി പോലെയോ? അതേ മോളെ, നീ പറഞ്ഞത് പ്രകാരം നിന്റെ ജീവിതം വെള്ളി പോലെയാകട്ടെ. ഇങ്ങനെ പറഞ്ഞ് സ്വാമി അവിടെ നിന്നും പോയി. ഞാൻ പോയി വീട്ടിൽ നിന്ന് ചേച്ചിക്കുള്ള ഭക്ഷണം എടുത്തുകൊണ്ടുവരാം എന്ന് പറഞ്ഞ് ചന്ദ്രലേഖ വീട്ടിലേക്ക് പോയി. ശ്രീലേഖ വീണ്ടും തന്റെ ജോലി ചെയ്യാൻ ആരംഭിച്ചു. ചന്ദ്രലേഖ വീട്ടിൽ തിരിച്ചു ചെന്ന് ചേച്ചിക്കുള്ള ഭക്ഷണം വീണ്ടും എടുത്തുകൊണ്ടുവന്നു. അനിയത്തി കൊണ്ടുവന്ന ഭക്ഷണം ശ്രീലേഖ എടുത്ത് കഴിക്കുന്നു. അതിനിടയിൽ കുറച്ചെടുത്ത് അവിടെയുള്ള പക്ഷികൾക്കായി എറിഞ്ഞുകൊടുക്കുന്നു. ശ്രീലേഖ എറിഞ്ഞ ചോറ് നിലത്ത് വീണപ്പോൾ അതെല്ലാം സ്വർണ്ണ നാണയങ്ങളായി മാറി. അത് കണ്ട് ചന്ദ്രലേഖ പെട്ടെന്ന് അമ്പരന്നു. ചന്ദ്രലേഖയും കുറച്ച് ഭക്ഷണം കയ്യിലെടുത്ത് പക്ഷികൾക്കായി എറിഞ്ഞുകൊടുത്തു. ചന്ദ്രലേഖ എറിഞ്ഞ ഭക്ഷണമെല്ലാം വെള്ളി നാണയങ്ങളായി മാറി. എന്താണ് സംഭവിക്കുന്നതെന്ന് അവർക്ക് രണ്ടുപേർക്കും മനസ്സിലായില്ല. ഇതെന്താണ് ചേച്ചി? ചേച്ചി എറിഞ്ഞ ഭക്ഷണമെല്ലാം സ്വർണ്ണ നാണയങ്ങളായി മാറി, ഞാൻ എറിഞ്ഞ ഭക്ഷണമെല്ലാം വെള്ളി നാണയങ്ങളായും മാറി. കുറച്ചു സമയം മുമ്പ് നമ്മളൊരു സന്യാസിക്ക് ഭക്ഷണം നൽകിയില്ലേ? ആ സന്യാസി നമുക്ക് അനുഗ്രഹം തന്നത് ഓർമ്മയില്ലേ? ആ ചേച്ചി, ഓർമ്മയുണ്ട്. നിങ്ങളുടെ ജീവിതം സ്വർണം പോലെയാകും എന്നും എന്റെ ജീവിതം വെള്ളി പോലെയാകുമെന്നും പറഞ്ഞതല്ലേ? എന്റെ ജീവിതവും സ്വർണം പോലെ ആകട്ടെ എന്ന് പറഞ്ഞാൽ മതിയായിരുന്നു. വിഷമിക്കണ്ട, സംഭവിച്ചത് നല്ലത് വേണ്ടിയാണ്. താഴെ വീണ സ്വർണവും വെള്ളിയും എല്ലാം പെറുക്കിയെടുത്ത് നമുക്ക് വീട്ടിൽ കൊണ്ടുപോകാം. അത് വിറ്റ് കിട്ടുന്ന പണം കൊണ്ട് നമുക്ക് നമ്മുടെ ജീവിതവും കുടുംബവും പുലർത്താം. അങ്ങനെ പറഞ്ഞുകൊണ്ട് താഴെ വീണ സ്വർണവും വെള്ളിയും എല്ലാം പെറുക്കി അവർ വീട്ടിലേക്ക് കൊണ്ടുവന്നു. നടന്ന സംഭവങ്ങളെല്ലാം മക്കൾ ശാരദയോട് വിവരിക്കുന്നു. വെയിലത്ത് ചുറ്റിക്കറങ്ങി വന്നപ്പോൾ ഓരോന്ന് തോന്നുന്നതാണോ നിങ്ങൾക്ക്? ഭക്ഷണം സ്വർണവും വെള്ളിയും ആയി മാറുന്നത് എങ്ങനെയാണ്? ആരെങ്കിലും കേട്ടാൽ ചിരിക്കും. ആ അമ്മേ, ഭക്ഷണം സ്വർണവും വെള്ളിയായി മാറി. അങ്ങനെ പറഞ്ഞുകൊണ്ട് മക്കൾ ശാരദയ്ക്ക് സ്വർണവും വെള്ളിയും കാണിച്ചു കൊടുത്തു. എന്നാ ശരി, നീ ഈ വീട് സ്വർണവും വെള്ളിയായി മാറ്റ്, നോക്കട്ടെ. അമ്മ പറഞ്ഞതനുസരിച്ച് സ്വാമിയെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് വീടിന്റെ ഒരു ഭാഗം കയ്യിൽ പിടിച്ചു. പെട്ടെന്ന് വീട് മൊത്തം സ്വർണമായി മാറി. ശാരദയ്ക്ക് ഇത് കണ്ട് വിശ്വസിക്കാനായില്ല. നമ്മുടെ വീടിന്റെ അടുത്തൊരു വീട് കൂടിയില്ലേ? ആ വീട്ടിൽ കൂടി ഒന്ന് കൈവച്ചു നോക്ക്, അത് വെള്ളിയായി മാറുന്നുണ്ടോ എന്ന് നോക്കാം എന്ന് ശാരദ മക്കളോട് പറയുന്നു. അമ്മ പറഞ്ഞതനുസരിച്ച് സ്വാമിയെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് അടുത്തുള്ള വീട്ടിൽ കൈവയ്ക്കുന്നു. ആ വീട് വെള്ളിയായി മാറി. സ്വാമിയുടെ അനുഗ്രഹപ്രകാരം അവരുടെ എല്ലാ കഷ്ടപ്പാടുകളും മാറി. അവർ ധനികരായി മാറുന്നു. ആരെങ്കിലും അവരോട് എന്തെങ്കിലും ആവശ്യം ചോദിച്ചു വന്നാൽ ഒരു തടസ്സവും കൂടാതെ അവർ നിറവേറ്റിക്കൊടുത്തു. അതുകൂടാതെ തന്നെ അവർ പാവപ്പെട്ടവർക്ക് വയറു നിറയെ ഭക്ഷണവും വസ്ത്രവും ദാനം ചെയ്തുകൊണ്ടിരുന്നു. അങ്ങനെ അവരുടെ ജീവിതം വളരെ സന്തോഷകരമായി മുന്നോട്ടു പോയി. ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുപോലുള്ള കൂടുതൽ കഥകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.